കല്യാണ നിശ്ചയം, ബൽദി ഇതിനൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്നു. അവരെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം കഴിയുമ്പോഴും ഇവരൊരു ഒരു പുരുഷൻ ഒരു അന്യ സ്ത്രീയുടെ കൂടെ പോവാന്നുള്ള അവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. എന്തേ അപ്പൊ ഒന്നും പറയാൻ ഞാൻ പറയട്ടെ, ഈ ക്യാഷിന്റെ കാര്യങ്ങൾ വന്നു, അവരുടെ സ്വരച്ചേർച്ച ഇല്ലാതായി, അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. അപ്പോഴാണ് അവർ വെളിയിലോട്ട് വെച്ചത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിട്ടെ, ഈ കല്യാണം കഴിക്കാന്നാണ് വേറൊരു സ്ത്രീയുടെ കൂടെ പോയി ജീവിക്കല്ലേ? അപ്പൊ ഇവർക്ക് അത് കണ്ടിട്ട് ആ സ്പോട്ടിലൊന്നും ചെയ്യാൻ തോന്നിയില്ലേ? ഞാൻ ചോദിച്ചതല്ല. അപ്പൊ പറയായിരുന്നില്ലേ? കല്യാണത്തിന് അന്ന് പറയണായിരുന്നു. ആ സ്ത്രീക്ക് ധൈര്യമായിട്ട് പറയാം, എന്റെ ഇത്ര രൂപ കളഞ്ഞാണ് ഈ നിൽക്കുന്നവൻ, അവൻ എന്തേ അപ്പൊന്നും സമ്മതിച്ചു. നിങ്ങൾ പറയണതല്ലേ? എനിക്കറിയില്ല. അല്ല, അറിയില്ലല്ലോ. നമുക്ക് അങ്ങനെ എനിക്ക് പറയാം. ശരി, ഞാൻ പറയാം. കല്യാണ സമയമാണെങ്കിലും പുള്ളി അതിനകത്ത് പറഞ്ഞ കുറച്ച് വേർഡ്സ് വെച്ചാൽ ഞാൻ പറയണേ, നമ്മള് ഈ വേർഡ് എന്താന്ന് പോലും നമുക്ക് സത്യാവസ്ഥ അറിയില്ല. ഞാൻ കഴിഞ്ഞാലും ഞാൻ നോക്കിക്കോളാം, ഞാൻ കണ്ടോളാം, പോയിക്കോളാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്ത് 100% തെറ്റാ. കാരണം എന്താ വെച്ചാൽ അവരെ വീണ്ടും പ്രലോഭിച്ച് അവരെ നിർത്തുക. അതിനുള്ള ശിക്ഷ സത്യാണി അനുഭവിക്കേണ്ടത് ഇവർ അനുഭവിക്കണമെന്നേ.